ഹലോ ഗായ്സ്, അപ്പം ഡ്യൂട്ടൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഉദ്ദേശിക്കുന്നത് നമ്മൾ മീൻ പിടിക്കാൻ പോകാൻ പോകുന്ന പരിപാടിയാണ്. അതായത് നമ്മുടെ കസിൻസും എല്ലാവരും പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരുമായിട്ടാണ് പോകാൻ പോണത്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് വിധു അവനെ പൊക്കിക്കൊണ്ട് വേണം പോകും. വിധു എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുട്ടിയുണ്ട്, അവനെ കൊണ്ടാണ് പോവേണ്ടത്. അവനും ബാക്കി പിള്ളേർ സെറ്റെല്ലാം ഉണ്ട്. പക്ഷേ അവനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവനെ കൊണ്ട് വേണം നമുക്ക് മീൻ പിടിക്കാൻ പോയി. എൻ്റെ ഒരു റീലും റോഡൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വെള്ളയാടി കായലിലാണ് പോകണം. അപ്പോൾ നമുക്ക് കുറച്ച് സെറ്റപ്പ്, ചെറിയ പിള്ളേർക്ക് എല്ലാവർക്കും ചൂണ്ടിയിടണം. യഥാർത്ഥത്തിൽ നമ്മളൊരു ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ പോണ സാധനമാണ്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഫാമിലി ഫുള്ളായിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം നമ്മളവിടെ പോയിട്ട്. പക്ഷേ അതിനുള്ള സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. അപ്പം വിധു ഉണ്ട്, അവനെയും പൊക്കിയിട്ട് നമുക്ക് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യാൻ പോകണം. എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കി എല്ലാവർക്കും ചൂണ്ട വേണമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം നമുക്ക് അവനെ പൊക്കാൻ പോകാം. ഓക്കെ, നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ട വാങ്ങാനല്ല, പക്ഷെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മീൻ പിടിക്കാൻ വേണ്ടി മുളയാണ് ബെസ്റ്റ്. റീലൊന്നും കാര്യമില്ല അല്ലേ? ആ, റീലും നല്ലതാണ്, റോഡും നല്ലതാണ്. കിട്ടിയാണേ, കമ്പ് കിട്ടിയാ? എന്താ നമ്മളെപ്പോൾ എന്താണ് മീൻ പിടിക്കാൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? മീൻ പിടിക്കാൻ ഈ മൈദമാവും പാർലേജി ബിസ്ക്കറ്റാണ് ബെസ്റ്റ്. മൈദമാവും പാർലേജി ബിസ്ക്കറ്റും പിന്നെ മഞ്ഞപ്പൊടിയും അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കുഞ്ഞു ഇതെടുത്ത് കൊളുത്തിയിട്ട് വെള്ളത്തിയിട്ട് കൊടുക്കുക. മീനടിക്കും. എനിക്കിതിനിപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ, അതാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ കമ്പെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് വണ്ടിക്കകത്ത് വെച്ച് നേരെ മീൻ പിടിക്കുന്നത്. ചൂണ്ട സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മൈദയെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കാം. മാവ്, മഞ്ഞപ്പൊടി, പാർലേജി ബിസ്ക്കറ്റ്, മാഗിയുടെ ഇത്, പിന്നെ മൈദമാവ് റെഡിയായി. ഇനി നമുക്ക് നേരെ അവിടെ കൊണ്ടുപോയി മീൻ പിടിച്ചാൽ മാത്രം മതിയല്ലേ? ഇനി ഒട്ടും സമയമില്ല, നമുക്ക് നേരെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി വേറെ പണിയില്ല, നേരെ മീൻ പിടിക്കുന്നു. നിങ്ങളുടെ കയറുന്ന നിങ്ങൾ കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് ഇവിടെ കടയുണ്ട്. ആ കടയിൽ കയറി കുറച്ച് പിള്ളേർക്ക് വെള്ളം, ബിസ്ക്കറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പ്ലാനുണ്ട്. അത് വാങ്ങിച്ചിട്ടേ നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്നാക്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മൾ ഇവിടെയൊക്കെ ഇടാം, ചൂണ്ടയിടാൻ പറ്റും. പക്ഷേ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയാലേ ഇപ്പം മീനൊക്കെ കിട്ടുള്ളൂ എന്നാണ് പറയണത്. നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ്, ചൂണ്ടയിടാൻ വന്നിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടി വരാമെന്ന് പറഞ്ഞു, ഹെൽപ്പ് ചെയ്യാന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഇവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ കുട്ടി വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഈ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ കിരീടം സിനിമയിലെ മോഹൻലാൽ ഈ പാലത്തിൽ നിൽക്കുന്ന ഒരു സീനില്ലേ, ആ സീൻ ഷൂട്ട് ചെയ്ത ഇവിടെയാണ്. വെയിലത്തിൽ കൂടെ ഞാൻ കൊറേ സൺസ്ക്രീൻ ഇട്ടുകൊണ്ടാണ് വന്നു.
നമ്മുടെ കിരീടം പാലത്തിൻ്റെ അവിടെ കൂടെയാണ് നമ്മൾ വന്നത്. കിരീടം പാലമൊക്കെ ഇപ്പോൾ പൊളിച്ച് കളഞ്ഞ് പുതിയ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. ഈ ഏരിയ മൊത്തം അവർ നന്നായിട്ട് പണി നടക്കുകയാണ് ഇവിടെ മൊത്തം. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ദൂരം പോയാലേ നമുക്ക് മീൻ പിടിക്കാൻ നമുക്ക് പറ്റിയ സ്ഥലം കിട്ടുള്ളൂ. ഇവിടെ എല്ലാ ആൾക്കാർ വരുന്നുണ്ട്. ഫാമിലി സ്പൈ നമ്മൾ വന്നപ്പോൾ ഏകദേശം 3-3:30 മണിയായേ. ഒരു 5 മണി 4:30-5 മണിയായി കഴിഞ്ഞാൽ ഇവിടേക്ക് വരും, ആൾക്കാരൊക്കെ വന്നിരിക്കും. ഇത് നല്ല റോഡായിരുന്നു, ഇപ്പോൾ അവർ പണിയെടുക്കുന്നതുകൊണ്ട് ബ്ലോക്ക് ചെയ്തൊക്കെയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ എൻ്റെ തൊട്ട് അങ്ങനത്തെ എൻ്റെ വരെ നമുക്ക് വണ്ടി പോകാൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വേണമെങ്കിൽ പിടിച്ച് വലിച്ചോ. 10 മണിക്ക് പോയാൽ മതി. താങ്ക് യു. കിട്ടുമല്ലോ അല്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ. അമ്മ മീൻ കുറച്ച് ദൂരം അങ്ങോട്ട് പോയാലേ മീൻ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് അതുകൊണ്ട് നമ്മൾ മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോകുന്നു. കുറച്ചുകൂടെ അങ്ങോട്ട് പോകും. അങ്ങനെ ഗൈസ് ഓരോ സ്ഥലം കിട്ടിയിട്ടോ നമ്മളൊരു സൈഡിൽ ഒന്ന് സെറ്റായി വരുന്നു. എല്ലാവരും പല സ്ഥലങ്ങളിലോട്ട് ചൂണ്ടയിടാനുള്ള സെറ്റപ്പിലാണ്. അങ്ങനെ നമ്മൾ വെള്ളയാണിക്കായൽ ഓരോ സ്ഥലങ്ങളിൽ ഇരിപ്പ് തുടങ്ങി, ഓരോ ചൂണ്ടയായിട്ട് ഇരിപ്പ് തുടങ്ങി. എല്ലാവർക്കും ചൂണ്ട കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തർക്ക് ഓരോ ചൂണ്ടയായിട്ട് കൊടുത്തിട്ടുണ്ട്. പല സ്ഥലത്ത് ഇരിപ്പുണ്ട്. 4 മണി ആയതേ ഉള്ളൂ. കുറച്ചുകൂടെ ഒന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിലൊക്കെ ഒന്ന് മാറുമ്പോൾ മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ അവിടെ ബോട്ട് കണ്ടോ, വള്ളം ഒരുപാട് 2-3 വള്ളമുണ്ട് കേട്ടോ. അവിടെ 2-3 വള്ളത്തിൽ ആൾക്കാരെ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടവർ കറക്കിയിട്ട് വരും. ഒരാൾക്ക് 100 രൂപ എന്തോ ചാർജ് ചെയ്യുന്നുണ്ട്. നല്ലൊരു 5 പ്രാവശ്യം ഇടുമ്പോ അതിന് വയറ് നിറയും. കുറച്ച് കൊണ്ട് നിന്നിട്ടോ അടുത്തൊന്നും കാണൂല. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് മാറി നമ്മളിങ്ങനെ ഓരോ ചൂണ്ടയൊക്കെ ഇട്ട് നോക്കണുണ്ട്. ഒന്നും കൊത്തുണ്ടെന്നേ ഉള്ളൂ, ഒന്നും കിട്ടുന്നില്ല. കിട്ടുമായിരിക്കും. പക്ഷേ ഇവിടെ രസമാണ്. ഒരു സ്ഥലം അടിപൊളിയാണ്, ഭയങ്കര രസമാണ്. നമുക്ക് വെറുതെ വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം. നല്ല കാറ്റാണ് കേട്ടോ. വെള്ളം ചുറ്റും കായലല്ലേ, അടിപൊളിയാണ്. കാണാൻ നല്ല രസമാണ്. അങ്ങനെ 9 മീൻ കിട്ടിയിട്ടുണ്ട്. ചെറിയ മീനാണ്, എന്നാലും നമുക്കൊരു സന്തോഷം. ഒരു ചെറിയ മീനല്ലേ, അപ്പം പിള്ളേർക്ക് കിട്ടിയപ്പോൾ ഒരു സന്തോഷമല്ലേ, അതാണ്. എടുത്ത് അതിലിരിക്കണം നമ്മളെ കളിയാക്കിയിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ നമുക്ക് ഒരു ഫ്രണ്ട് വരും, ഡെയ്സി എന്ന് പറഞ്ഞ കുട്ടിയുടെ പേര്. അവളുടെ ഒരു പീസ് വലയുണ്ട്. അപ്പോൾ അവളത് കൊണ്ടുവന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമുക്ക് പറഞ്ഞത് ചൈനീസ് വലയാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചൈനീസ് വല ഉണ്ട്. അപ്പോൾ ഇതിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതാണ് നമ്മുടെ പ്ലാൻ. മെയിനായിട്ട് നമ്മളിത് നേരത്തെ ട്രൈ ചെയ്തിട്ടില്ല, നമ്മൾ ഫസ്റ്റ് ടൈം. അപ്പോൾ അവൾ നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരണം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് കേട്ടോ. കിട്ടി പോയാൽ പോയി, ഇത്രയേ ഉള്ളൂ. എന്നാലും അല്ലെങ്കിൽ നമുക്കിത് പഠിക്കാം, അതാണ് നമ്മളെ ഉദ്ദേശം. ഒരു രസം.
ഇത്ര നേരം അവിടെ അടുത്തത് ഇത് കൂടെ ചേർത്ത് പിടിച്ച് ആ കൈ കൊടുക്കണം. കൈ താത്ത ചേട്ടാ, അത് തിരിച്ചു പിടിക്കും. അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ലൂസാക്കി പൊക്കി കൊടുക്കണം. അപ്പൊ ഇതെല്ലാം കറക്റ്റായി. ചെറിയ ചെറിയ ഇതാക്കണം, അല്ലെങ്കിൽ ഉടക്കും. ഈ ഒരു വർഷം കൊണ്ടുള്ളതാണോ? ഇതിന് കയറ്റി പിടിക്കണം. ചേട്ടൻ ദേഹത്ത് ചേർത്താൽ ചെളിയാവും. ഉടനെ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. പിള്ളാക്കിട്ടേക്കാൾ ചിലപ്പോൾ വരാൻ ചാൻസും ഉണ്ട്, പറയാൻ പറ്റില്ല. ഇതും കൂടെ ഈ കൈറ്റില്ല. ഒന്ന് വരും. മറ്റേ ചെറുതാക്കിയിട്ട് ഒന്ന് വലിച്ച് കട്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് കൈ ടൈറ്റ് ആയാൽ അത് വിരിയൂല. അല്ല, ഒരു സൈഡിലോട്ട് ടൈറ്റ് ആയാൽ വിരിയൂല. എല്ലാം ഒരുപോലെ അതേ സമയം ആവാത്തതുകൊണ്ട് നമുക്ക് ചാൻസ് എന്തോന്നമ്മ ചിലത് വലുതാണെങ്കിൽ വന്നടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന നമുക്ക് വന്നടിക്കാൻ പറ്റില്ല. അതൊന്നും പറ്റില്ല. ഈ സൈസ് എത്ര കരിമീൻ രണ്ടെണ്ണം. ഇത് രണ്ടും കരിമീൻ. വിജയനൊരു വീഡിയോ അയച്ചു കൊടുത്തേ. ഞാനതൊക്കെ അതിന് മുകളോട് കയറ്റി ഊരി ചുമ്മാ നാട്ടിൽ മൊത്തം വരും. വെള്ളം എന്തൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ 1700. അതൊക്കെ അറിയില്ല. ഫുള്ളുണ്ട്. ഗൈഡ് വന്നിട്ടുണ്ട് ഇപ്പൊ. നിങ്ങളെ കമ്പിലൊന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ അവിടെ ഇട്ടാ കിട്ടുമോ കരിമീൻ? വല ഇട്ടല്ലേ കിട്ടുള്ളൂ മക്കളെ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഇതല്ലേ സുഖം. അയ്യോ വെറുതെ സമയം കളഞ്ഞ്. അതേപോലെ ഒരു വല പൊക്കി പിടിച്ചോ, ഞാൻ ഇളക്കി ഇട്ടേരാ. നീയും പ്രതീക്ഷിച്ചില്ലല്ലേ ഇങ്ങനെ വരുമെന്ന്? ചില സമയം കേറും. നീ ഇട്ടണം കിട്ടും. ഇനി ആവേശമായി. ഇനി ആവേശമായി. ഇനി കിട്ടും. അതുകൊണ്ട് വള്ളത്തിൽ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാർ ഇറക്കണുണ്ട് കേട്ടോ. നല്ല കരിമീനൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. പക്ഷേ നല്ല വിലയുണ്ട്. നല്ല വില പറഞ്ഞ് വാങ്ങേണ്ടി വരും. നല്ല റേറ്റ് ഉണ്ട്. ഈ സൈഡിലോട്ട് ഇട്ടോ. പക്ഷെ ഈ പുല്ലി വിടരുത്. കമ്പല്ല ഇലയാണ്, പക്ഷെ കോരി കിട്ടും. ചേട്ടാ എന്തായാലും സൈഡിലോട്ട് ഇട്ടോ. ഈ സൈഡിലാണ് നീ നിൽക്കുക. ഇവിടെ നിന്ന് കറക്റ്റ് കിട്ടി. ഇവിടെ അത്ര മീൻ നിൽപ്പുണ്ടായിരുന്നല്ലേ? എനിക്ക് പ്രതീക്ഷയില്ലേ നമ്മൾ. കരിമീൻ കിട്ടിയല്ലോ. കരിമീൻ അങ്ങനെ പെട്ടെന്ന് കിട്ടൂല. എനിക്ക് മീൻ പിടിക്കാൻ യോഗമുള്ള വീട്ടിൽ കൊണ്ടുപോയി നമ്മളങ്ങനെ വീണ്ടും ട്രൈ ചെയ്തു. പിന്നെ നമുക്ക് അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടും. ഒന്ന് ചെറിയ 2 മീനൊക്കെ കിട്ടിയുള്ളൂ. പിന്നെ നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ നമുക്ക് ഒരു 6-7 മീൻ അടുപ്പിച്ച് കിട്ടി. അത് മതി നമുക്കൊരു ജസ്റ്റ് വന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു വലയോടെ കിട്ടിയോണ്ട് കൊള്ളാം.
നമുക്ക് ചൂണ്ടയ്ക്ക് എനിക്ക് തോന്നുന്നു 2 or 3 ചെറിയ ചെറിയ മീനേ കിട്ടിയുള്ളൂ. അങ്ങനെ നമ്മൾ ചൂണ്ടയിടൽ പരിപാടി മതിയാക്കി നമുക്ക് നമ്മളടുത്ത എവിടെയെങ്കിലും ഇപ്പോൾ ലൈറ്റായിട്ട് ഫുഡും കഴിച്ച് പിരിയാന്നാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.